നിങ്ങളെ OnePlus C3 Lite 5Gയുടെ 6 മാസത്തിന് ശേഷമായിട്ടുള്ള ലോങ് ടൈം റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 6 മാസമായിട്ട് ഈ ഫോൺ ഉപയോഗിക്കുന്നു, എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അന്നും ഇന്നും ഒരേ അഭിപ്രായം എനിക്ക് പറയാനുള്ളൂ, വാങ്ങണ്ട. കാരണം ഒരു കാശിന് ഇത് കൊള്ളത്തില്ല. പിന്നെ OnePlus ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നീ മേടിച്ചോ. OnePlusന്റെ വലിയ ഗുണമൊന്നും ഇതിനകത്ത് നീ പ്രതീക്ഷിക്കണം. ഇതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വില തന്നെയാണ്. 10,000 രൂപയുടെ ഫോൺ 20,000 രൂപ വില ഇട്ടിട്ട് പുറകിൽ ഒരു OnePlusന്റെ ലോഗോ ഒട്ടി കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കാൻ ഈ ആപ്പിൾ അല്ലട മുത്തേ, ലോക്കൽ ചൈനീസ് കമ്പനിയാണ്. അത് നീ ഓർക്കണം. 20,000 രൂപയ്ക്ക് ഇവർ എന്തൊക്കെയോ തരുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസം മുമ്പും ഇപ്പം നോക്കിയാലും ചവറാണ്. 120 Hz LCD ഡിസ്പ്ലേ, പിന്നെയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 695. ഗെയിമിങ്ങിന് വേണ്ടി മാത്രമുള്ള പ്രോസസ്സറല്ലേ 695. പണ്ട് കാലത്ത് 10,000 രൂപ ഫോണിൽ വരുന്ന പ്രോസസ്സറാണ് 695 എന്ന് പറയുന്നത്. അതെടുത്ത് 20,000 രൂപയ്ക്ക് തന്നിരിക്കുകയാണ്. എന്താണോ മാമൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല അങ്ങോട്ട്. പിന്നെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഓൺ ടൂലൊക്കെ നല്ല സ്കോർ വരുന്ന PUBG ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രീം ആണ്. പക്ഷേ നോ കളിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം. ഞങ്ങൾ എക്സ്ട്രീം സപ്പോർട്ട് ചെയ്യും, അത്രയല്ലേ ഉള്ളൂ. കളിക്കണമെന്നില്ലല്ലോ. ഉണ്ട്, എക്സ്ട്രീം ഉണ്ട്, എടുത്താൽ മതി, അത്ര തന്നെ. എക്സ്ട്രീം ഇട്ട് കളിക്കാൻ പോയവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്സിജനോയ്സിനെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ കുഴപ്പം. ഓക്സിജനോയ്സ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് വേർഷനാണ്. ഫോൺ കിട്ടിയപ്പോൾ ദുരന്തമായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്, എങ്കിലും സജി അങ്ങോട്ട് ശരിയായിട്ടില്ല. വന്നപ്പോൾ ക്യാമറയൊക്കെ പൂര ശോകമായിരുന്നു. പക്ഷെ എഴുതി വെച്ചിരിക്കുന്ന 108 മെഗാ പിക്സൽ ക്യാമറ, സാംസങ്ങിന്റെ സെൻസറൊക്കെയാണ് വന്നിരിക്കുന്നത്. 108 പോയിട്ട് ഒരു 16 മെഗാ പിക്സലിന്റെ അടുത്തൊന്നും ഒത്തു നോക്കാൻ പറ്റുന്ന ക്യാമറയല്ല. പ്രത്യേകിച്ച് 20,000 രൂപ വില കൂടെ നോക്കുമ്പോൾ പോരാ. അപ്ഡേറ്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്, എങ്കിലും ക്യാമറ പോരടോ. 20,000 രൂപയ്ക്ക് ഈ ക്യാമറയും ക്വാളിറ്റിയും കൊണ്ടൊക്കെ നടക്കില്ല. ഒന്നാമത്തെ പ്രോസസർ ചാത്തനാണ്, അതിൻ്റെ കൂടെ ക്യാമറയും കൂടി ഇല്ലെങ്കിൽ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഇതിന്റെ ഫോണൊക്കെ മേടിക്കുന്നത്. പിന്നെ റാമും റോമും ഒക്കെ ഇഷ്ടക്കണക്കിന് മാറി തന്നിട്ടുണ്ട്, അതിനൊന്നും ഒരു കുറവില്ല. പക്ഷെ റാം മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യൂട്യൂബ് അണ്ണന്മാരാണെങ്കിൽ പിടിച്ചങ്ങ് തെള്ളുന്നുണ്ട്. ഡേ ടു ഡേ പെർഫോമൻസിന് അടിപൊളിയാണ്. ഹെവി ഗെയിമേഴ്സ് വാങ്ങണ്ട. പ്രൊമോഷൻ പൈസ മേടിച്ച് കഴിഞ്ഞാൽ എൻ്റെ പണിയെടുത്തല്ലേ പറ്റുള്ളൂ. അമ്മടുത്ത് ഒന്നേ പറയാനുള്ളൂ, എടാ 695 പ്രോസസർ ഇപ്പൊ തന്നെ ദുർബല. ഇനി ഒരു 5-6 അപ്ഡേറ്റ് ഉള്ള വരുമ്പോഴത്തേക്ക് ഗർഭിണിയും കൂടാവും. പിന്നെ നീ ഡേ ടു ഡേ ടാസ്ക് എങ്ങനെ ഓടാനാണ് ഇതിനകത്ത്? ഇപ്പൊ തന്നെ ഭൂലോക ഹാങ്ങാണ്. നീ അതുകൂടെ വരുമ്പോഴത്തേക്ക് ഓടിയാ നല്ലത്. ഇടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പേ എനിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് സ്റ്റക്കാണ്, ഫ്രീസ് ആയി പോവുകയാണ്. ഒരു കാര്യമില്ല, ഫ്രീസ് ആയി പോവുകയാണ്. അപ്ഡേറ്റ് വന്നതിന് ശേഷം ആ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ തോന്നുന്ന കൂട്ടാണ് ഇതിനകത്ത് ഇന്റർനെറ്റിന്റെ കാര്യമൊക്കെ. ചിലപ്പോൾ കണക്ട് ആവും, ചിലപ്പോൾ കണക്ട് ആവുന്നില്ല. എല്ലാം ഒരു മായാജാലമാണ്. എല്ലാം OnePlusന്റെ ഒരു പരിപാടി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം സാധനം പോയി എടുക്കാം. അല്ലാതെ പിന്നെ അവസാനം OnePlus ആണ്, 20,000 രൂപയുടെ ഫോണാണ്, 108 മെഗാ പിക്സൽ ക്യാമറയുണ്ട്, സ്നാപ്ഡ്രാഗൺ 695 ഉണ്ട്, OnePlusന്റെ വിശ്വാസമുണ്ട്, എടുത്ത് മൂഞ്ച്. പിന്നെ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കളറാണ്. കളർ വണ്ടർഫുൾ ആണ്. പിന്നെ 5G കൂടാതെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 67 വാട്ട് ഫാസ്റ്റ് ചാർജർ ഒക്കെ തന്നിട്ടുണ്ട്. 5000 mAh ബാറ്ററി, 67 വാട്ട് ഫാസ്റ്റ് ചാർജർ. ഈ ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. ഏറ്റവും പെട്ടെന്ന് ചാർജ് ആവുന്നു, ചാർജ് ആക്കിയിട്ട് ഫോണ് എടുത്ത് പോക്കറ്റിൽ വെച്ച് ഉപ്പിലിട്ട് വെക്കാൻ. ബാക്കിയെല്ലാം ഒന്നുകൂടെ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ വെറുപ്പ് കേട്ടിട്ട് നിനക്കൊക്കെ ഫോൺ മേടിക്കാനുണ്ടെന്ന് തോന്നുന്നെങ്കിൽ താഴെ റിങ് കൊടുത്തിരിക്കുക, പോയി വാങ്ങിക്കുമുത്തേ.